ഹലോ മാഷാഅല്ലാ, നമ്മുടെ അച്ചാറുകളും ഇന്ന് വിമാനം കയറാൻ പോവാണ്. നമുക്ക് ലണ്ടനിൽ നിന്നാണ് ഓർഡർ വന്നിട്ടുള്ളത്. 3 kg മാംഗോ പിക്കിളും 1 kg ബീഫ് പിക്കിളുമാണ് അവർ ഓർഡർ ചെയ്തത്. പിന്നെ അവർക്ക് വേണ്ടത് 1 kgയുടെ 3 ബോട്ടിലാണ്. അപ്പം നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പോയാലോ? അപ്പം നമുക്കിന്ന് നല്ല നാടൻ മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. നമ്മത് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചെത്തുമാങ്ങ സ്റ്റൈൽ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ മാങ്ങ അരിഞ്ഞ് കല്ലിപ്പൊക്കെ ഇട്ട് പാത്രത്തിൽ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മൾ 2 പാത്രത്തിലായിട്ടാണ് മാങ്ങ സെറ്റാകാൻ വെച്ചിട്ടുള്ളത്. 2 ദിവസമാണ് മാങ്ങ നമ്മൾ ഉപ്പ് പുരട്ടി വെക്കണം. ഇതിൽ നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ശുദ്ധമായ നല്ലെണ്ണയിലാണ് ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ചാർ കേടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ നല്ലെണ്ണയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള പച്ചമുളക് ആയിക്കോട്ടെ, കറിവേപ്പില ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ്. അച്ചാറുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് 2ആയി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ അച്ചാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ പ്രൊഡക്റ്റ് ബെസ്റ്റ് വന്ന് ആവണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളെ പ്രൊഡക്റ്റ് ബെസ്റ്റ് വന്ന് ആവണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. വളരെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും എരിവും പുളിയും പിന്നെ മാങ്ങയുടെ പ്രത്യേക ഫ്ലേവറും എല്ലാം കൂടി വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ സൂപ്പർ പിക്കിളാണ്. 3 കിലോ മാംഗോ പിക്കിളിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ ഇതിൻ്റെ ഒപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ടുണ്ടിരിക്കുന്നത് 200 ഗ്രാമിൻ്റെ ആണ്. ഉമ്മച്ചിമാർ 2 പേരും ഞാനും കൂടിയിട്ടാണ് ബോട്ടിലൊക്കെ പാക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വെയിറ്റ് മെഷീനിൽ ബോട്ടിലിൻ്റെ വെയിറ്റ് നോക്കിയതിന് ശേഷം ബോട്ടിലിൽ പിക്കിൾ നിറച്ച് പിന്നെയാണ് ബോട്ടിലിൻ്റെ വെയിറ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. എല്ലാവരും കൂടി ചെയ്യാൻ നല്ല രസമാണല്ലേ. ഞങ്ങളും എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ കുഞ്ഞിപ്പിള്ളേരും ഉണ്ട് കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരും ഉണ്ടാവും കൂടെ. എന്തെങ്കിലും സാധനം എടുത്തു തരാണെങ്കിലോ അതിനൊക്കെ അവരുണ്ട്. നമ്മളിത് ലാഭം മാത്രം നോക്കി ചെയ്യുന്നതല്ല കേട്ടോ. ഇത് നമ്മളൊരു സന്തോഷം തന്നെയാണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് എത്തുമ്പോൾ അവർ നല്ലൊരു അഭിപ്രായം പറയും. അതൊരു വേറെ സന്തോഷം തന്നെയാണ് നമുക്ക്. അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് നമ്മളെ കൈപ്പുണ്യത്തെ പറ്റി എല്ലാവരും അറിയുമ്പോൾ അതൊരു നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. തീർച്ചയായിട്ടും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒരുവിധം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അതങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ബോട്ടിലും സീൽ ചെയ്യുന്നത്. എല്ലാ ബോട്ടിലും സീൽ ചെയ്ത ശേഷമാണ് നമ്മളത് ക്യാപ്പ് ചെയ്യുന്നത്. ബോട്ടിൽ വാങ്ങിച്ച സ്ഥലത്തു നിന്ന് തന്നെയാണ് നമുക്ക് സീലും കിട്ടിയിട്ടുള്ളത്. ബോട്ടിൽ ഫില്ല് ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും ക്യാപ്പ് ചെയ്യുന്നതും എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സംസാരിച്ച് ഇപ്പോൾ ഒരുപാട് നേരമായില്ലേ. അപ്പോൾ പിക്കിളിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇപ്പോൾ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത പണിയെന്ന് വെച്ചാൽ ലേബിൾ ഒട്ടിക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഉമ്മച്ചി ലേബിളിൽ പ്രൈസും ഡേറ്റും ഒക്കെ എഴുതാണ്. അങ്ങനെ നമ്മൾ ലേബിൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞു ബോട്ടിലും വലിയ ബോട്ടിലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ.